ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുക്കളായ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ വരുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ശ്രീലങ്കയിലെ കൊളംബോ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പ് പോരാട്ടം കേവലം ഒരു മത്സരമല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളുടെ അഭിമാന പോരാട്ടമാണ്. എന്നാൽ മൈതാനത്തെ പോരാട്ടത്തിന് മാസങ്ങൾ ബാക്കി നിൽക്കെ പാക് ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ചില പ്രസ്താവനകൾ കളിക്ക് മുൻപേ ആവേശം കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്. മുൻ പാകിസ്ഥാൻ താരം തൻവീർ അഹമ്മദ് ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ നടത്തിയ വിചിത്രമായ വെല്ലുവിളിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ക്രിക്കറ്റ് നിരീക്ഷകൻ എന്ന നിലയിൽ പലപ്പോഴും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഇത്തവണ അദ്ദേഹം എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബൗളറായി വാഴ്ത്തപ്പെടുന്ന ജസ്പ്രീത് ബുംറയ്ക്കെതിരെ മുൻ പാക് ക്യാപ്റ്റൻ ബാബർ അസം ഒരു ഓവറിൽ 6 സിക്സറുകൾ അടിക്കുമെന്നാണ് തൻവറിന്റെ അവകാശവാദം. ഈ അവകാശവാദം വെറും ഒരു പ്രവചനത്തിൽ ഒതുങ്ങുന്നില്ല. ബാബറിന് ബുംറയുടെ ഒരു ഓവറിൽ 6 സിക്സറുകൾ അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ലാഹോറിലെ തിരക്കേറിയ തെരുവുകളിലൂടെ താൻ നഗ്നനായി ഓടുമെന്നാണ് തൻവീർ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ വിചിത്രമായ പന്തയം പുറത്തു വന്നതോടെ ഇന്ത്യൻ ആരാധകർ മാത്രമല്ല, പാക് ക്രിക്കറ്റ് പ്രേമികൾ പോലും അൻവറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യബോധമില്ലാത്ത ഇത്തരം വെല്ലുവിളികൾ പാകിസ്ഥാൻ ടീമിനെ തന്നെ നാണം കെടുത്താനേ സഹായിക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവികാരം. തൻവീർ അഹമ്മദ് ഇത്തരത്തിൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമല്ല. ഇതിനു മുൻപും അദ്ദേഹം നടത്തിയ പല പ്രവചനങ്ങളും വലിയ തോതിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം UAE നടന്ന ഏഷ്യ കപ്പിന് മുന്നോടിയായി പാക് യുവതാരം സെയിം അയൂബ് ജസ്പ്രീത് ബുംറയെ 6 സിക്സറുകൾ അടിക്കുമെന്ന് തൻവീർ പറഞ്ഞിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും വലിയ പരാജയമായി അദ്ദേഹം മാറി. 4 മത്സരങ്ങളിൽ നിന്ന് ഒരു റൺസ് പോലും എടുക്കാനാവാതെ 4 തവണ 0-ന് പുറത്തായ താരം പാക് ടീമിന് വലിയ ബാധ്യതയാവുകയായിരുന്നു. ഇന്ത്യക്കെതിരായ T20 ലോകകപ്പിൽ ബാബർ അസം വെറും 35 പന്തിൽ സെഞ്ചുറി നേടുമെന്നായിരുന്നു തൻവീറിന്റെ മറ്റൊരു പ്രവചനം. അന്താരാഷ്ട്ര T20യിൽ ഇതൊരു റെക്കോർഡ് പ്രകടനമായിരിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ബുംറയും സിറാജും കുൽദീപും അടങ്ങുന്ന ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ ബാബർ പതറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. തൻവീർ അഹമ്മദ് ഇത്ര വലിയ വെല്ലുവിളി നടത്തുമ്പോൾ പാക് ടീമിനുള്ളിലെ സാഹചര്യം അത്ര ശുഭകരമല്ല. ബാബർ അസാമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കരിയറിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത്. കഴിഞ്ഞ കുറെ ടൂർണമെന്റുകളിലായി വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബാബറിന് സാധിച്ചിട്ടില്ല. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ ബാബറിന് സ്ഥാനം ലഭിക്കുമോ എന്ന് പോലും പാക് ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള മാറ്റവും ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ബാബറിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറായി ബുംറയ്ക്കെതിരെ 6 സിക്സറുകൾ അടിക്കുമെന്ന് പറയുന്നത് ബാബറിന് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയുള്ളൂ. ജസ്പ്രീത് ബുംറ നിലവിലെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബൗളറാണ്. ബാബർ അസം എന്നല്ല, ലോകത്തിലെ ഒരു ബാറ്റ്സ്മാനും ബുംറയ്ക്കെതിരെ ഒരു ഓവറിൽ 6 സിക്സറുകൾ അടിക്കാനുള്ള ധൈര്യം കാണിക്കില്ല. അദ്ദേഹത്തിന്റെ വേഗതയും കൃത്യതയാർന്ന യോർക്കറുകളും നേരിടുക എന്നത് ഏതൊരു ലോകോത്തര ബാറ്റർക്കും വെല്ലുവിളിയാണ്. ബുംറയുടെ കരിയറിലെ ഇതുവരെ ഒരു ഓവറിൽ 6 സിക്സറുകൾ പോയിട്ട് തുടർച്ചയായ 2 സിക്സറുകൾ പോലും വഴങ്ങുന്നത് അപൂർവമാണ്. T20 ലോകകപ്പിന്റെ ചരിത്രം എടുത്താൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ വ്യക്തമായ ആധിപത്യമുണ്ട്. ഇരു ടീമുകളും 8 തവണയാണ് ഇതുവരെ ലോകകപ്പുകളിൽ ഏറ്റുമുട്ടിയത്. അതിൽ 7 തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റത് 2021 മാത്രമാണ്. അന്ന് ബാബർ അസാമിന്റെ കീഴിലുള്ള പാക് ടീം വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. എന്നാൽ ഈ ഏക വിജയം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും ഇന്ത്യയാണ് വിജയിച്ചത്. ഈ വർഷം UAE നടന്ന ഏഷ്യ കപ്പിലും ഇന്ത്യയുടെ മേധാവിത്വമാണ് കണ്ടത്. ഫൈനലിൽ അടക്കം പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കിയാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും പാകിസ്ഥാനെ തോൽപ്പിച്ച ചരിത്രം ഇന്ത്യക്കുണ്ട്. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കുന്ന മത്സരം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിരുന്നായിരിക്കും. പാക് താരങ്ങൾ ഇന്ത്യക്കെതിരെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെങ്കിലും തൻവീർ അഹമ്മദിനെ പോലെയുള്ളവരുടെ വിചിത്രമായ വെല്ലുവിളികൾ കളിയുടെ സ്പിരിറ്റിന് നിരക്കാത്തതാണ്. ബുംറയുടെ പന്തുകൾക്ക് മുന്നിൽ ബാബർ അസം പതറുമോ, അത് തൻവീർ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ഫെബ്രുവരി 15-ന് അറിയാം. എന്നിരുന്നാലും ചരിത്രവും കണക്കുകളും നിലവിലെ ഫോമും പരിശോധിച്ചാൽ ഇന്ത്യ തന്നെയാണ് ഈ പോരാട്ടത്തിലെ ഫേവറിറ്റുകൾ. തൻവീർ അഹമ്മദിന്റെ നഗ്ന ഓട്ടം ലാഹോറിൽ നടക്കുമോ എന്ന് കാണാൻ ട്രോളർമാരും കാത്തിരിപ്പിലാണ്.